अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ की, परमार्थ की, सार्थ की, जिसकी बनी श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാസേവിതം കവിധ്വജം ഭൂപധരഭക്ഷതുമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരതവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവൃതണ്ഡമണ്ഡിതകരായ ശ്വേതപത്മാസനായ ബ്രഹ്മാച്യുതശങ്കര പ്രകൃതിവൃദേവൈ സദാ പൂജിതാ സാമാം പാതുരസുതി ഭഗവതി ശേഷാഢ്യാപക. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആദൗ പാണ്ഡവതാർത്തരാഷ്ട്രജനനം ലക്ഷാഗൃഹേദാഹനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യാലയവർത്തനം ലീലാഗോഗ്രഹണം രണേവിവിഹരണം സന്ധിക്രിയാചർമ്പണം പശ്ചാത് ഭീഷ്മസുയോധനാദിതനം യതന്മഹാഭാരതം. മഹാഭാരതത്തിലെ ആദിപർവത്തിലെ പൂർവരാജോൽപത്തി എന്നുള്ള ഭാഗമാണ് ഇന്നിവിടെ വിവരിക്കേണ്ടത്. മുമ്പ് പ്രാചീന ബർഹിസ്സുകൾ പ്രജേതസിൻ്റെ മക്കളായിട്ടുള്ള 10 പേരുണ്ടായിരുന്നു. പ്രജേതസിൻ്റെ മക്കൾ എന്നാണ് പറയുന്നത്. അവരിൽ നിന്നാണ് ദക്ഷൻ ഉണ്ടായത്. ദക്ഷൻ നമ്മൾ ദക്ഷയാഗം കഴിച്ച ദക്ഷൻ തന്നെ ദക്ഷ പ്രജാപതി എന്നും പറയും. ദക്ഷൻ വിരിണിയെ വിവാഹം ചെയ്തു. അവർക്ക് 1000 മക്കളുണ്ടായി. പക്ഷേ 1000 മക്കളും അവർക്ക് ബ്രഹ്മചാരികളായിരുന്നതിനാൽ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. സന്താനഭാഗ്യമില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ബാക്കി ഇത് തന്നെ അറിയാലോ. ബാക്കിയുള്ള ഇപ്പോഴത്തെ അടുത്ത കാലത്തുള്ള കാര്യങ്ങളിലും അവർക്ക് മോക്ഷം കിട്ടൂല. അങ്ങനെയുള്ള പല വിഷമങ്ങളുണ്ട്. സന്താനങ്ങൾ ഉണ്ടാവണം, പിതൃക്രിയകളൊക്കെ ചെയ്യാൻ ആൾ വേണ്ടേ. അതുകൊണ്ട് ദക്ഷൻ 50 പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു. അവർക്ക് അത് കശ്യപന് 13 സ്ത്രീകളെ കന്യകമാരെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 10 പേര് ധർമ്മരാജൻ കഴിച്ചു. പിന്നെ ചന്ദ്രന് 27 അങ്ങനെയും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കശ്യപന്റെ പത്നിയായ അതിഥി പെറ്റതാണ് ആദിത്യൻ എന്ന് പറയുന്നത്. ആദിത്യൻ സൂര്യൻ. ലോകത്തിന് പ്രകാശമേകുവാനാണ് ആദിത്യൻ ഉണ്ടായത്. വിവസ്വാന്റെ പുത്രനാണ് യമൻ, പുത്രിയാണ് യമി. പിന്നെ ഒരു മകനുണ്ടായതിന് മനു എന്നുള്ളത്. നമ്മുടെ മനുവിൻ്റെ മക്കളാണ് മനുഷ്യർ എന്നിങ്ങനെ മനുവിൻ്റെ വംശത്തിൽ നിന്നാണ് മനുവംശം, മനുഷ്യവംശം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പുരാണത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പൂർവരാജോൽപത്തി തന്നെ വളരെ വിശദമായിട്ട് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ടുള്ള
ചന്ദ്രവംശത്തെയും സോമവംശത്തെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതിലൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. പുരുവംശത്തെ പറ്റിയും ബുധന് പുരൂരവെന്നൊരു മകനുണ്ടായിരുന്നു. ബുധൻ പുരൂരവസിൻ്റെ വംശം, പുരുവംശത്തിൽ സോമവംശം അങ്ങനെയാണ് ഉണ്ടായത്. യയാതിയുടെയും കഥകൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. യയാതി എന്ന രാജാവ് ദേവയാനി വിവാഹം ചെയ്തു. ശർമ്മിഷ്ഠയെയും തോഴിയായ ശർമ്മിഷ്ഠയും പിന്നെ അദ്ദേഹം വിവാഹം കഴിക്കേണ്ടി വന്നു. യയാതി രാജാവിന് ദേവയാനിയിലും മറ്റ് ശർമ്മിഷ്ഠയിലും മക്കളുണ്ടായിരുന്നു. ശർമ്മിഷ്ഠയും ദേവയാനിയും ഒരിക്കൽ ഒരു വനത്തിൽ പോയപ്പോഴാണ് ദേവയാനിയെ തള്ളിയിട്ടു ശർമ്മിഷ്ഠ. പക്ഷെ ശുക്രമഹർഷിയുടെ മകളായ ഗുരുനാഥൻ്റെ മകളായ ദേവയാനിയെ പിണക്കാൻ, ശുക്രാചാര്യരെയും പിണക്കാൻ അസുരരാജാവ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ശർമ്മിഷ്ഠ അദ്ദേഹത്തിന് ദാസിയായി തീർന്നു. പക്ഷേ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ദേവയാനിയെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയത് യയാതി രാജാവായിരുന്നു. അത് എങ്ങനെയാണെന്ന് അവിടെ പാണിഗ്രഹണം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു കാലത്ത് യയാതിയെ കാണുവാനിടയായി. അപ്പോഴാണ്, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവിടെ തോഴിമാരായിട്ട് ശർമ്മിഷ്ഠയും ദാസികളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവെ, ഞാൻ കന്യകയാണ്, പണ്ടെന്നെ കിണറ്റിൽ നിന്ന് കയറ്റിയതാണ്, അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, അങ്ങനെ ബ്രാഹ്മണനെ, ഞാൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ്റെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ എന്നാലും നിർബന്ധം കൊണ്ട് അവസാനം ശുക്രമഹർഷി എത്തുകയും അതിന് അദ്ദേഹത്തിന് ധർമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വിവാഹം കഴിക്കാനുള്ള അവസാനം വിവാഹം കഴിച്ചു കൊടുത്തു. ശുക്രമഹർഷി വന്നപ്പോൾ ദേവയാനി പറഞ്ഞു, അച്ഛാ, ഇദ്ദേഹം പൊട്ടക്കിണറ്റിൽ നിന്ന് കൈപിടിച്ച് കയറ്റി എന്നെ രക്ഷിച്ച ആളാണ്, ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അച്ഛനെ അനുവദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മകളുടെ ഇഷ്ടം പോലെ സമ്മതിച്ചു കൊടുത്തത്. വിവാഹം കഴിച്ചു കൊടുത്തു. യയാതി സന്തോഷത്തോടെ ദേവയാനി വിവാഹം കഴിച്ചു. ശുക്രൻ അദ്ദേഹത്തിന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി. വൃഷപർവാവും അസുര രാജാവ് വൃഷപർവാവും അദ്ദേഹത്തെ സൽക്കരിച്ചു. ദേവയാനിയോടും 2000 കന്യകമാരോടും ശർമ്മിഷ്ഠയോടും കൂടി യയാതി സ്വന്തം രാജധാനിയിലേക്ക് പോയി എന്നാണ് കഥ. ദേവയാനി യയാതിയുടെ പട്ടമഹിഷിയായി രാജകൊട്ടാരത്തിൽ പാർത്തു. ദേവയാനിയുടെ ദാസിയായിട്ടാണ് കൂടെ വരുന്നതെങ്കിൽ രാജകുമാരി എന്ന നിലയിൽ അവളെ മാനിക്കണമെന്നും എന്നാൽ അവളോട് യാതൊരു വിധത്തിലുള്ള സഹവാസവും പാടില്ലെന്ന് ശുക്രൻ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. ശർമ്മിഷ്ഠയെ ഒരു പ്രത്യേക മന്ദിരത്തിൽ രാജപുത്രിക്ക് അനുയോജ്യമായ വിധത്തിൽ യയാതി താമസിപ്പിച്ചു. ദേവയാനിക്ക് 2 പുത്രന്മാരുണ്ടായി. യദുവെന്നും തുർവസും എന്നുമായിരുന്നു അവരുടെ പേര്. ഇതിനിടയിൽ യയാതി ശർമ്മിഷ്ഠയെ രഹസ്യമായി സന്ദർശിക്കുകയും അവളെയും തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹു, അനു, പുരു എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായിരുന്നു. ഇക്കാര്യമൊന്നും ദേവയാനി അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം യയാതിയും ദേവയാനിയും കൂടി വിനോദിക്കുവാനായി കൊട്ടാരത്തിലെ ഒരു പൂങ്കാവനത്തിൽ പോയി. അവിടെ യാദൃശ്ചികമായി ശർമ്മിഷ്ഠയുടെ 3 പുത്രന്മാരും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദേവയാനി കുട്ടികളെ കണ്ടു. രാജകുമാരന്മാരെ പോലെ കോമളന്മാരായ കുട്ടികളെ സമീപിച്ച് അവരുടെ അച്ഛൻ ആരാണെന്ന് ദേവയാനി തിരക്കി. അവളുടെ സമീപത്ത് നിന്ന് യയാതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തങ്ങളുടെ പിതാവാണെന്നും ശർമ്മിഷ്ഠയുടെ പുത്രന്മാരാണെന്നും അവർ ദേവയാനിയെ അറിയിച്ചു. രാജാവ് പക്ഷേ പെട്ടെന്ന് ഭയപ്പെട്ടു, ലജ്ജിച്ചുപോയി. തൻ്റെ അടുത്തെത്തിയ കുട്ടികളെ അദ്ദേഹം ലാളിക്കാൻ തയ്യാറായില്ല. ദേവയാനി പെട്ടെന്ന് തന്നെ കണ്ണുനീരോടുകൂടി അദ്ദേഹം തന്നെ വഞ്ചിച്ചുവെന്നും അതൊക്കെ പറഞ്ഞ് ശുക്രാചാര്യരുടെ അടുത്തേക്ക് തന്നെ പോയി. അദ്ദേഹത്തിന്, ശുക്രമഹർഷിക്കും ദേവയാനിയുടെ കണ്ണുനീർ കണ്ടപ്പോൾ രാജാവിനോട് വളരെ ദേഷ്യം തോന്നി. ഈ ചതിയാണ് ചെയ്ത്, അധർമ്മം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തെ ശപിച്ചു, ജരാനരകൾ ബാധിക്കാൻ. പക്ഷെ അദ്ദേഹം ശാപമോക്ഷവും നൽകിയിരുന്നു. ജരാനരകൾ മക്കളാരെങ്കിലും ഏറ്റെടുത്താൽ നിനക്ക് യൗവനം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. ജരാനര ബാധിച്ച വൃദ്ധനായ യയാതി കൊട്ടാരത്തിലെത്തി മക്കളോട് മുഴുവൻ ചോദിക്കാൻ തയ്യാറായി, എൻ്റെ ജരാനര ഏറ്റെടുത്തതിന് യൗവനം നൽകണമെന്ന്. മൂത്ത പുത്രനായ യദുവിനെയാണ് ആദ്യം വിളിച്ചത്. യദു തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു. രണ്ടാമനായ തുർവസു, അദ്ദേഹവും തയ്യാറായില്ല. പിന്നെ ശർമ്മിഷ്ഠയിലുണ്ടായ ദ്രുഹു പറഞ്ഞു, വൃദ്ധനായി തീർന്നാൽ ഞാനെങ്ങനെയാണ് കുതിര സവാരി ചെയ്യുന്നത്? അദ്ദേഹവും തയ്യാറായില്ല. 4-ാമൻ അനു
തയ്യാറായില്ല. വൃദ്ധനായാൽ ബാലന്മാരെ പോലെ വൃത്തികേടായി ഭക്ഷണം കഴിക്കും. അപ്പോൾ അന്നം അശുദ്ധമാകും. അവസാനം 4 പുത്രന്മാരും തിരസ്കരിച്ച് 5-ാമനായ പുരുവാണ് അവസാനം. അദ്ദേഹം പക്ഷേ അച്ഛനോടുള്ള ഭക്തി കൊണ്ട് തയ്യാറായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അത് പുരുവംശം. അദ്ദേഹത്തിന് രാജ്യവും നൽകി. ഇതിനാണ് പുരുവംശം ഉണ്ടായത്. ഇങ്ങനെ ഇവിടെ നിന്ന ഈ വംശത്തിൽ നിന്നാണ് പലരും പിന്നെ ഉണ്ടായതായിട്ട് പറഞ്ഞ നഹുഷൻ രാജാവായ നഹുഷൻ ഉണ്ടായി. നഹുഷൻ പക്ഷെ രാജാവായിട്ട് എനിക്ക് വളരെ അഹങ്കാരമുണ്ടായി. അഗസ്ത്യ മഹർഷി സപ്തർഷികളെ കൊണ്ട് തൻ്റെ പല്ലക്കടുപ്പിച്ചു എന്നുള്ള കഥയൊക്കെ ഭാഗവതത്തിലും ഒക്കെ കാണാം. അങ്ങനെ മഹർഷിമാർ ശപിച്ച് പെരുമ്പാമ്പായി. പക്ഷേ ധർമ്മരാജ യുധിഷ്ഠിരനാണ് അദ്ദേഹത്തെ ഇത് നൽകുന്നത്. പെരുമ്പാമ്പിന് മോക്ഷം നൽകുന്നതൊക്കെ കഥ നമ്മൾക്ക് ഇതൊക്കെ കാണാം. മഹാഭാരതത്തിൽ ബാക്കിയുള്ള ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് പൂർവ്വരാജോത്പത്തി എന്നുള്ള ഭാഗം ചുരുക്കി വിവരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.